ഹലോ വെൽക്കം ടു വിൻഡി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ പംകിൻ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതും എഗ്ലെസ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം. ഞാനിവിടെ 200 ഗ്രാം മത്തങ്ങയാണ് എടുത്തിരിക്കണേ. അത് നമ്മൾ കറിക്കൊക്കെ വേവിക്കുമ്പം നമ്മൾ മാറ്റി വെച്ചാൽ മതി. പിന്നെ ഉപ്പിടാതിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം 1.25 കപ്പ് ഉണ്ടാകും ഈ വേവിച്ചെടുത്ത മത്തങ്ങ. അതിലേക്ക് നമ്മൾ 50 ഗ്രാം മെൽറ്റ് ചെയ്ത ബട്ടറാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മൾ 100 ഗ്രാമിൻ്റെ ബട്ടറായിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പകുതി മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര കൂടെ ഇതിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് വിട്ടുപോയി. ഇതെല്ലാം കൂടെ ഒരു ഹാൻഡ് ബീറ്റർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലെൻഡർ ജാർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് വരാം. ഇവിടെ നിന്നെല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഫ്ലേവറിങ്ങിനായിട്ട് വാനില എസൻസ് കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. അതിനായിട്ട് ഇവിടെ 1 കപ്പ് മൈദമാവും 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്തത്. നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരുവിധം ഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തിളപ്പിച്ചാറിയ പാൽ ഇത്തിരി ഇത്തിരിയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ചേർക്കണം. അപ്പോൾ നേരത്തെ ബട്ടർ ഒഴിച്ച സമയത്ത് ഇത് ചേർത്താലും മതിയാവും. എണ്ണ ചേർത്തതിന് ശേഷം നമ്മളൊരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ ഉപയോഗിച്ചിട്ട് ഈ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണാം ഇതുപോലെ ഒരു ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറായിട്ട് വരും. ഇനി നമുക്ക് ഇതേ സമയം ഓവൻ 170 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ബാറ്റർ കേക്ക് മോഡിലേക്ക് പകർത്താം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു ബേക്കിംഗ് പേപ്പർ വെച്ച് ലൈൻ ചെയ്ത ഒരു സ്ക്വയർ ടിന്നിലേക്കാണ് ഇത് പകർത്തുന്നത്. ഞാൻ കേക്കിനോടൊപ്പം തന്നെ ഇതേ ബാറ്റർ വെച്ചിട്ട് തന്നെ കപ്പ് കേക്കും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചെടുത്തതിന് ശേഷം ഏകദേശം ഒരു 3 കപ്പ് കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് ബാക്കി വന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഞാനിവിടെ കപ്പ് കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് കൂടാണ്ട് തന്നെ കുറച്ച് ചോക്കോ ചിപ്സും ടോപ്പിങ്സായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചോക്കോ ചിപ്സും കൂടെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. നമ്മളിത് 170 ഡിഗ്രിയിൽ 30 മുതൽ 35 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ കേക്ക് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ചൂട് മുഴുവനായിട്ട് മാറിയിട്ടില്ല. പക്ഷെ നമുക്ക് അന്നേരം മുറിച്ച് നോക്കാം കേക്കിൻ്റെ ടെക്സ്ചറൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മത്തങ്ങ ചേർത്തത് കൊണ്ടാണ് ഈ ഒരു മഞ്ഞ കളർ. നമ്മൾ വേറെ ഫുഡ് കളറൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മുട്ട ചേർക്കാതെ തന്നെ വളരെ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.